ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു രാവിലത്തെ റുട്ടീനും എല്ലാ കാര്യങ്ങളും പ്രകൃതിയൊക്കെ കാണിക്കുന്ന ആദ്യം പൂരിയും ചെറുപയറാട്ടോ കറി, അതുപോലെ തന്നെ ഉച്ചക്കേക്ക് പയറുപ്പേരി, അതുപോലെ തന്നെ മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. മീൻ ഇപ്പം പെരക്കി വെക്കണം. അയിലയാണ് കിട്ടിയത്. അയിലേൻ്റെ കൂടി രണ്ട് എന്താ പിയാപ്പിളക്കോര, നിങ്ങൾ എന്താ പറയുക എനിക്കറിയില്ല. പിയാപ്പിളക്കോര അയില നല്ല ഫ്രഷ് അയില കേട്ടോ, തീരെ എന്നാ അഴുകിയിട്ടോ ചീഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞാനിത് നല്ലോണം കവറിന്നൊക്കെ മാറ്റി അത് ഞാൻ എന്താക്കി വെച്ചിട്ടുണ്ട്, ഒന്ന് മുറിക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഞാൻ അത് കൊണ്ടുപോയിട്ടൊന്ന് കട്ട് ചെയ്ത് മഞ്ഞളും ഉപ്പും മുളകൊക്കെ ഇട്ടിട്ടൊന്ന് എന്താക്കിയുണ്ട് പെരക്കി വെച്ചിട്ടുണ്ട്. ഞാൻ കഷ്ണം ആക്കിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ മിക്സഡ് വെജിറ്റബിൾ കറി, അങ്ങനെ ചോറുണ്ട്. ചോറൊക്കെ റെഡിയായി. അതിനുശേഷം ഇത് ഞങ്ങൾ പശു കേട്ടോ, ഞാൻ തൊടിയിലേക്ക് ഇറങ്ങി. പശു ഞങ്ങൾക്ക് മോരും തൈരൊക്കെ തരുന്ന ഒരു പ്രോട്ടീൻ ഗേളാണ് അത്. തൊടിയിൽ പിന്നെ എന്തെന്നുള്ളതെന്ന് വെച്ചാൽ അത് ജാതിക്ക കേട്ടോ. ജാതിക്ക കുറേ ജാതിക്ക ഉണ്ട്, കുറേയൊക്കെ ഞങ്ങൾ പറിച്ചു. പിന്നെ ജാതിക്ക കട്ട് ചെയ്തെടുക്കുന്ന ഒരു വീഡിയോ ഞാൻ സ്പെഷ്യലായിട്ട് ചെയ്യുന്നുണ്ട്, നിങ്ങളെല്ലാവരും കാണണം കേട്ടോ. അങ്ങനെ ജാതിക്ക ഉണ്ട്. അതുപോലെ തന്നെ പപ്പായ, പപ്പായ ഉണ്ട്. ഞങ്ങളൊരു വയലിൻ്റെ കരയില്ല കേട്ടോ, ഞങ്ങളുടെ വയൽ തന്നെ കേട്ടോ ഇത്. പപ്പായ കണ്ടില്ലേ, കർമൂസാന്ന് ഞങ്ങൾ ഇങ്ങോട്ട് പറയാം, നിങ്ങൾ പപ്പായ എന്നായിരിക്കും പറയാം. അങ്ങനെ ഇവിടെ ഇതാണ് ഞങ്ങളുടെ വയൽ. കുറേ വാഴ കൃഷിയാണ്, പക്ഷേ വാഴ കൃഷിയൊക്കെ നശിച്ചു പോകാറുണ്ട്. എന്നാൽ വെള്ളമൊക്കെ കെട്ടി നിന്നിട്ട് നശിച്ചു പോകാറുണ്ട്. മഴക്കാലത്തൊന്നും തീരെ പറ്റില്ല. ഇപ്പം വയലുകളൊക്കെ ഇപ്പോൾ വീടൊക്കെ വെച്ചല്ലോ, അങ്ങനെയാണ് നശിച്ചു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളെ കറിവേപ്പില മരം, ഇത് ഞങ്ങളെ കറിവേപ്പില മരമാണ് കേട്ടോ. നല്ലോണം തയ്ച്ച് വളരുന്നുണ്ട്. അതിന് കഞ്ഞിവെള്ളവും പിന്നെ ഗോമൂത്രവും ഇതൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടാണ് അതങ്ങനെ വളർന്നു വന്നത്. അതുപോലെ ആ കാണുന്നില്ലേ, അത് കൊക്കോ കേട്ടോ. അങ്ങനെ കുറേ കൊക്കോ ഉണ്ട്. കൊക്കോ ഞങ്ങൾ കുറേ പറിച്ച് കുരു എടുത്തിട്ട് വിട്ടിട്ടിട്ട് സീഡില്ല, അതിൻ്റെ സീഡാണ് നമ്മൾ ചോക്ലേറ്റിനൊക്കെ വേണ്ടി ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇതാ ഈ വാഴേൻ്റെ കാണി ഉണ്ടല്ലോ, ഇതാ ഓരോരോ ചെറിയ കാണിയില്ലേ, അതിലൊക്കെ ഒരുപാട് മീനുകളുണ്ട് കേട്ടോ. കൈച്ചില്, മഞ്ഞില്, അങ്ങനെ പോലത്തെ ഒരുപാട് മീനുണ്ട്. ഇതുപോലെ തന്നെ ചെറിയ തോടുകളുണ്ട് കണ്ടോ. അങ്ങനെ നല്ലൊരു പ്രകൃതി രമണീയമായ ഒരു അന്തരീക്ഷമുള്ള ഒരു സ്ഥലം കേട്ടോ ഞങ്ങളത്. ഫുൾ ഗ്രാമപ്രദേശമാണ്, ഉൾപ്രദേശമാണ്. അങ്ങനെ ഇതിൽ ചെറിയ മീനുകളാണ് കേട്ടോ. പക്ഷേ ഈ വാഴത്തോട്ടിൽ കുറേ വലിയ മലിഞ്ഞില്, മുഴു, അങ്ങനത്തെ ആരലോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ മീനുകളുണ്ട് കേട്ടോ. അത്രയേ ഉള്ളൂ. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ എന്താ ചെയ്തു, ഞങ്ങൾ ചെയ്ത കേട്ടോ ഇത്. അതുപോലെ തന്നെ ഞങ്ങൾ ചോറ് കഴിച്ചു. താങ്ക് യു, ഇത്രയേ ഉള്ളൂ.